സ്വതവേ എല്ലാവരും തെറപ്പി സെഷൻസിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ പാർട്ട്നേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇതിനെന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ എന്ന്? എല്ലാ കണ്ടീഷൻസിൻ്റെ പോലെ തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കുന്ന ഒരാൾക്കും ജെനറ്റിക് ആയിട്ടുള്ള ഒരു പ്രീ ഡിസ്പൊസിഷൻ ഉണ്ട്. ജെനറ്റിക് ആയിട്ടുള്ളൊരു പ്രീ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീൻസിലോ അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലോ നാർസിസിസത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. രണ്ടാമത്, വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് പാമ്പറിങ്, അതായത് ഒരുപാട് സ്നേഹവും ഒരുപാട് കരുതലും, അധികമായാൽ അമൃതം വിഷം എന്നുള്ളത് പോലെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒട്ടും കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിഗ്ലക്റ്റ്. അതായത് ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആവശ്യമുള്ള സ്നേഹം, ആവശ്യമുള്ള പരിഗണന, ഇതൊക്കെ കിട്ടാത്ത ഒരാൾക്കും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഡെവലപ്ഡ് ആവാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സെക്ഷൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുള്ള ഒരാൾക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ സെൽഫ് എസ്റ്റീം വളരെയധികം ഹൈ ആണെന്ന് തോന്നുവാണെങ്കിൽ തന്നെ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ സെൽഫ് എസ്റ്റീം ഇഷ്യൂസും സെൽഫ് ഇമേജ് ഇഷ്യൂസുമായിട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതിന് പല സൈക്കോളജിസ്റ്റുകൾ പല തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നും അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ തിയറീസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും പാർട്ട്നേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രഥമ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എംപതി ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് മറ്റുള്ളവർ സ്വന്തം കണ്ടീഷൻ സ്വയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് എന്താ വേണ്ടത് എന്ന് അവരറിഞ്ഞോ അറിയാതെയോ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഒരു തരത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം മാറ്റി വയ്ക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഹേർട്ട് ആവും എന്നുള്ളത് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എല്ലാം ഈക്വലി ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവരുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു നാർസിസിസ്റ്റിക് ട്രേറ്റിൽ ഏറ്റവും ഒരു ഫ്രോയിഡിയൻ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ, അതായത് അവരുള്ളിൽ വിചാരിക്കുന്ന ഒരു ഇമേജ് അവർ മറ്റുള്ള ആൾക്കാരുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതും ഒരു നാർസിസിസ്റ്റിക് കണ്ടീഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതായത് ഇവളും അഹങ്കാരിയാണ്, ഇവളും സെൽഫ് ഇമേജ് ഇഷ്യൂസ് വെച്ചിട്ട് സഫർ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ ഇവളോട് ഇങ്ങനെ അറിയാണ്ട്, ഇറ്റ് ഈസ് ഓൾ ഹാപ്പനിങ് അൺകോൺഷ്യസ്ലി. പക്ഷെ അതൊന്നും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ എന്നുള്ള നമ്മുടെ റീസൺസ് അല്ല. നമുക്ക് തെറപ്പി എടുക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഇഫ് തിങ്സ് ആർ നോട്ട് വർക്കിംഗ് ഔട്ട്, ട്രൈങ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് വേ, ബിക്കോസ് ഇറ്റ് വിൽ എഫക്റ്റ് യു ഇൻ മൾട്ടിപ്പിൾ വേസ്. അതെല്ലാം നമുക്ക് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എനിവേ, ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.